നമ്മളിവിടെ അളവെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനുള്ള എളുപ്പ വഴിയാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഒരു വണ്ണം കിട്ടിയാൽ എങ്ങനെ അതിൽ നിന്ന് കൈക്കുഴിയും അതിൻ്റെ ഷോൾഡറും വണ്ണവും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയാണ്. അതിനുള്ള ഒരു ഫോർമുലയാണ് പറഞ്ഞു തരുന്നത്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അളവെടുക്കാനും നമുക്ക് കട്ട് ചെയ്യാനും എല്ലാം എളുപ്പമായിരിക്കും. അപ്പോൾ ആ രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് ചെസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് കുഞ്ഞു കുട്ടികളുടെ അളവ് ആണെങ്കിൽ നമുക്ക് ചെസ്റ്റും, വലിയ ആൾക്കാണെങ്കിൽ ബ്രസ്റ്റും എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചു കുട്ടിയുടെ ഒരളവ് വെച്ചാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. നമുക്കിവിടെ 24 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിക്കാണ് കൈക്കുഴിയും ഷോൾഡറും എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം നമുക്ക് എടുക്കേണ്ടത് കൈക്കുഴിയുടെ അളവ് തന്നെ എടുക്കാം. കൈക്കുഴിയുടെ അളവ് നമ്മൾ 4/1 ചെസ്റ്റ്, 4/1 ചെസ്റ്റ് എടുത്ത് -1 ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വണ്ണം എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ളത് 24 ഇഞ്ച്. ഈ 24നെ നമ്മൾ 4ആയിട്ട് ഭാഗിക്കുന്നു. 4ആയിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ച്. ഈ 6 ഇഞ്ചിൽ നിന്നും നമ്മൾ മൈനസ് ഇവിടെ ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മൈനസ് നമുക്ക് ആ 6 ഇഞ്ചിനെ എടുത്ത് മൈനസ് ഈ 1 ഇഞ്ച് കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 5 ഇഞ്ച്. ഇതാണ് നമ്മുടെ കൈക്കുഴിയുടെ അളവ്. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് വണ്ണം. വണ്ണം എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 4/1 ചെസ്റ്റ് തന്നെ ഇവിടെ എടുക്കണം. 4/1 ചെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1.5 ഇഞ്ച് കൂട്ടണം. പ്ലസ് 1.5 ഇഞ്ച്. ഈ 1.5 ഇഞ്ച് കൂട്ടുന്നത് നമുക്ക് തയ്യൽ തുമ്പിനും ലൂസിനും കണക്കാക്കിയുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 24നെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 6 ഇഞ്ച്. ആ 6 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ പ്ലസ് 1.5 ഇഞ്ച് കൂട്ടുന്നു. ഈ 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7.5 ഇഞ്ച്. 7.5 ഇഞ്ച് വണ്ണം. ഇതാണ് നമ്മൾ വണ്ണം കണ്ടുപിടിക്കുന്ന രീതി. കൈക്കുഴി കണ്ടുപിടിക്കുന്ന രീതി ഇതും, വണ്ണം കണ്ടുപിടിക്കുന്ന രീതി ഇതും. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഷോൾഡർ. നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 6/1 വണ്ണത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 6/1 നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസ് 1 ഇഞ്ച് കൂട്ടണം. നമ്മൾ 24നെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4 ഇഞ്ച്. 4 ഇഞ്ചിനെ കിട്ടുമ്പോഴേക്കും നമ്മൾ ഇതിനെ പ്ലസ് 1 ഇഞ്ച് കൂട്ടുന്നു. അപ്പം നമുക്ക് ഷോൾഡറും 5 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കുഞ്ഞു കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും അളവെടുക്കുന്നത്. ഇതിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയവരുടെ അളവെടുക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് ബ്രസ്റ്റിന്റെ അളവ് ഒരു 40 ഇഞ്ചാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് കൈക്കുഴി എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ കൈക്കുഴി കുറയ്ക്കുന്നത് 1 ഇഞ്ചാണ്. പക്ഷെ നമ്മൾ 40ന്റെ 4/1 എടുക്കുമ്പോൾ 40ന്റെ 4/1 എടുക്കുമ്പോൾ നമുക്ക് 10 കിട്ടുന്നു. ആ 10ൽ നിന്നും നമ്മൾ മൈനസ് 2.5 അല്ലെങ്കിൽ
3 ഇഞ്ച് കുറയ്ക്കണം. ഈ 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 കുറയ്ക്കണം. അപ്പോഴേ നമുക്ക് കൈക്കുഴി നമുക്ക് ഈ 10ൽ നിന്നും -2.5 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? നമ്മൾ ഈ 2.5 കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 7.5 ഇഞ്ചാണ് വലിയ ആളുടെ കൈക്കുഴിയുടെ അളവ്. പിന്നെ നമുക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു അളവ് ഇതിൽ ഷോർട്ടായിട്ട് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ വലിയ ആളുടെ അളവ് എടുത്തു കഴിഞ്ഞു 7.5. ഈ 7.5 തന്നെ നമ്മുടെ ഷോൾഡർ അളവും വരുന്നതാണ്. ഇതിൽ നിന്നും 1/2 ഇഞ്ച് മൈനസ് ചെയ്താൽ നമ്മുടെ ഷോൾഡർ കിട്ടും. അതൊരു ടിപ്പാണ്. നമുക്കിപ്പോൾ ഏതൊരളവിൻ്റെ കൈക്കുഴിയാണെങ്കിലും അതേ അളവ് തന്നെയായിരിക്കും ഷോൾഡറിൻ്റെ അളവും വരുന്നത്. നമ്മൾ ഷോൾഡർ 6 ഇഞ്ച് എടുക്കുവാണെങ്കിൽ അതിൽ നിന്നും 1/2 ഇഞ്ച് കൂട്ടി നമുക്ക് കൈക്കുഴി എടുക്കാം. ഇതൊരു ഷോർട്ടായിട്ടുള്ള അളവാണ് കൈക്കുഴി. ഇത് ഷോൾഡർ 6 ഇഞ്ചാണെങ്കിൽ നമുക്ക് 1/2 ഇഞ്ച് കൂട്ടി കൈക്കുഴി 6.5 ഇഞ്ച് എടുക്കാം. പിന്നെ ഉള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് അളവെടുക്കാം. ഇത് കഴിഞ്ഞ് ടോപ്പിനൊക്കെ ഷേപ്പ് അടിക്കാനാണെങ്കിൽ ഇടുപ്പിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് വണ്ണം എടുത്ത് കഴിഞ്ഞാൽ ആ വണ്ണത്തിൽ നിന്നും 1 ഇഞ്ച്, ഇപ്പോൾ നമ്മൾ കൈക്കുഴി എടുത്ത 6.5 ആണെങ്കിൽ ആ 6.5യിൽ നിന്നും 1 ഇഞ്ച് കൂടുതലായിരിക്കും ടോപ്പിൻ്റെ ഷേപ്പ് അടിക്കാൻ വേണ്ടി എടുക്കുന്നത്. ആ രീതിയിൽ അങ്ങനെ താഴോട്ട് പോകാം. അതൊരു ഷോർട്ട് വഴിയാണ്. ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരുന്ന രീതിയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഏതളവും എടുത്ത് കട്ട് ചെയ്യാൻ പറ്റും.